ഓക്കെ, സോ ഞാൻ ഈ റിയൽമിയുടെ ലേറ്റസ്റ്റ് റിയൽമി 14 Pro Plus കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ നോട്ടീസ് ചെയ്ത ട്രെൻഡ് എന്താണെന്നറിയാം? ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ അവരുടെ സീരീസ് ഉണ്ടല്ലോ, ഇപ്പോൾ റെഡ്മിയുടെ നോട്ട് സീരീസ് ആണെങ്കിലും വിവോയുടെ വി സീരീസ്, ഓപ്പോയുടെ റെനോ സീരീസ്, ഇതായി റിയൽമിയുടെ നമ്പർ സീരീസ്, ഈ പറഞ്ഞ സീരീസുകളിലുള്ള ഫോൺസ് 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വർഷത്തിൽ 2 തവണ ഇറങ്ങുന്നതുകൊണ്ട് എല്ലാ തവണ ഈ ഫോൺ വരുമ്പോൾ അല്ലെങ്കിൽ ഈ സീരീസിലുള്ള ഫോൺ വരുമ്പോൾ അതിൽ അടിമുടി മാറ്റം ഉണ്ടാവണം, അല്ലെങ്കിൽ നാടിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരണമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. ഇത് നമ്മുടെ തെറ്റല്ല, ഈ പറഞ്ഞ കമ്പനികൾ ഈ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇഡ്ഡലി ചുട്ടെടുക്കുന്ന പോലെയാണ് ഫോൺസ് ചുട്ടെടുക്കുന്നത്. അതാണ് അവസ്ഥ. ഓക്കെ, എനിവേ റിയൽമി ഈ ഒരു ഫോണിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡ്യുവൽ കർവ് ഡിസ്പ്ലേക്ക് പകരം ഇത്തവണ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 5200 mAh ബാറ്ററി കൂട്ടി 6000 mAh ആക്കിയിട്ടുണ്ട്. ഒരു ഫ്ലാഷിന് പകരം ദാ കണ്ടില്ലേ, ഇത്തവണ 3 ഫ്ലാഷ് വരുന്നുണ്ട്. എന്നാലും ഈ റിയൽമി 13 Pro Plus വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അതേ സമയത്ത് റിയൽമി 13 Pro Plus വന്ന അതേ പ്രൈസിൽ 14 Pro Plus ഇറക്കിയത് കൊണ്ട്, അതായത് 29,999 ആണ് പ്രൈസ്, ഓഫറൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 28,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. സോ സെയിം പ്രൈസിൽ ഈ ഫോണും ഇറക്കിയത് കൊണ്ട് കൂടുതൽ കംപ്ലൈൻറ്റ്സ് ഒന്നും ചെയ്യാനില്ല. അതായത് റിയൽമി 13 Pro Plus വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് റിയൽമി 14 Pro Plus വാങ്ങാം. എനിവേ, സോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പ്ലസ് മൈനസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ റിയൽമി ഇത്തവണ ഈ കാണുന്ന കളർ ചേഞ്ചിങ് ബാക്കിൻ്റെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കോൾഡ് ക്ലൈമറ്റ് ഉണ്ടല്ലോ, തണുപ്പുള്ള സ്ഥലങ്ങൾ, അവിടെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ കളർ മാറി ഇങ്ങനെ ബ്ലൂ ആവും. ഇത് കേരളത്തിൽ നടക്കുമോ അറിയില്ല. യെസ്, മൂന്നാറും വയനാടൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അത് വർക്ക് ചെയ്യും. പക്ഷേ ബാക്കി സിറ്റീസിലൊന്നും ഈ സംഭവം വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രീസറിൽ കുത്തിക്കയറ്റാം, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ ഐസിൽ മുക്കിയിട്ടാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. പക്ഷേ ഇത് ഗിമ്മിക്ക് ഒരു കൂൾ ഫീച്ചർ എന്ന് പറയാൻ പറ്റും. ശരിക്കും കൂൾ ഫീച്ചർ അല്ലേ, അതായത് കോൾഡിൽ മുക്കിയാലേ ചേഞ്ച് ആവുള്ളൂ. പേൾ വൈറ്റ് എന്നാണ് ആ കളർ ഓപ്ഷൻ്റെ പേര്. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്. എന്നാൽ റിയൽമി നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റിൽ നല്ല സ്മൂത്ത് ഫിനിഷിലാണ് വരുന്നത്. നിങ്ങൾ ചില ഷൂസ് കണ്ട് കാണും, സ്മൂത്ത് ഒരു മിൻസുള്ള സാധനം കാണും, അത്തരത്തിലുള്ള ഷൂസ്. ആ ഒരു ക്ലോത്ത് മെറ്റീരിയലാണ്. ആ സെയിം ഒരു ഫിനിഷ് ഇവിടെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ജിൽ നിരിക്കുന്ന ഒരു നമ്മുടെ വഴുതനങ്ങയുടെ കളർ ഉണ്ടല്ലോ, പർപ്പിൾ കളർ ഓപ്ഷൻ വരുന്നുണ്ട്. ഇന്ത്യ ഓൺലി ഓപ്ഷനാണ്. ഈ ബിക്കാനേർ പർപ്പിൾ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, വേണമെങ്കിൽ അതും നോക്കാം. റിയൽമി 13 Pro Plus എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഹാൻഡ് ഫീൽ, ആ സെയിം ഇൻ ഹാൻഡ് ഫീലാണ് എനിക്ക് ഇവിടെയും കിട്ടിയത്. ഓക്കെ, കാരണം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവായി ആണ് വരുന്നത്. സ്ലിം ഫോൺ ആണ്. എന്നാൽ ഇത്തവണ IP റേറ്റിംഗ് കൂട്ടിയിട്ട് IP69 ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലുള്ള ഈ ക്യാമറ ലേഔട്ട് ഉണ്ടല്ലോ, ഇത് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, റിയൽമി 13 Pro Plus ഒരു സ്ക്വയർ ഒരു ലേഔട്ട് ആണ്. ഇവിടെ ഇതാ കണ്ടില്ലേ, ഒരു ചെറിയൊരു ട്രാങ്കുലർ ലേഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ മേളിൽ 2 മൈക്ക് ഉണ്ട്. പിന്നെ ഇടയിലുള്ളത് എനിക്കൊന്ന് ടോപ്പ് ഫയറിംഗ് സ്പീക്കറിന് വേണ്ടിയുള്ള സ്ലോട്ടാണ്. സോ ഇവിടെ IR ബ്ലാസ്റ്റർ വരുന്നില്ല. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ആൻഡ് വോളിയം റോക്കർ. താഴെ സിം സ്ലോട്ട് ഉണ്ട്. അഗെയിൻ മൈക്ക്, Type-C പോർട്ട് ആൻഡ് ബോട്ടം സ്പീക്കർ സ്ലോട്ട്. പിന്നെ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യണം, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതായത് ഇതൊരു ഓൾറൗണ്ട് ഫോൺ ആണല്ലോ, അതുകൊണ്ട് ഐ ഫീൽ മെറ്റലിൻ്റെ ഫ്രെയിം കൊടുക്കണം. ബാക്ക് ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്. ഓക്കെ, പക്ഷേ ഫ്രെയിം മെറ്റലിൻ്റെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കാരണം ഇപ്പം മോട്ടറോള പിന്നെ വേറെ ചില കമ്പനികളുടെ ഫോൺസിൽ മെറ്റൽ ഫ്രെയിം വരുന്നുണ്ട്. ഇവിടെ മെറ്റൽ ഫ്രെയിം കൊടുക്കാമായിരുന്നു ആക്ച്വലി. പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആണെങ്കിൽ അവർക്ക് ഈ ചിപ്പ് സെറ്റിൻ്റെ മേളിൽ ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ 8 Gen ചിപ്പ് സെറ്റ് അല്ലെങ്കിൽ ഭയങ്കര 7+ Gen 3 ഒക്കെ ആണെങ്കിൽ ചിപ്പ് സെറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഫോണല്ലല്ലോ, ഇതൊരു ഓൾറൗണ്ട് ഫോണാണ്. സോ തീർച്ചയായിട്ടും മെറ്റൽ ഫ്രെയിം കൊടുക്കാമായിരുന്നു. എനിവേ, നമുക്ക് ഈ ഫോൺ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇത് TUV Rhineland റഗഡ് സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഈ ഫോണിന് ഈസിലി സഹിക്കാൻ പറ്റും എന്നാണ് റിയൽമി പറയുന്നത്. എറിഞ്ഞ് കളിക്കരുത്, കയ്യിൽ നിന്ന് വീണാൽ സേഫ് ആയിരിക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കേഷനാണ്. ഈ റിയൽമി 13 Pro Plus നോർമൽ ഡ്യുവൽ കർവ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഈ പുതിയ റിയൽമി 14 Pro Plus ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേയുടെ സൈസും കൂട്ടി 6.83 ഇഞ്ച് ഉള്ള ഒരു ആമുലർ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. റെസൊല്യൂഷനും ഫുൾ HD+ എന്ന് കൂട്ടി 1.5K ആക്കിയിട്ടുണ്ട്. ബാക്കി സെയിം അതേ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. 3840 Hz ആണ് PWM ഡിമ്മിങ്. HDR ആൻഡ് ഡോൾബി വിഷൻ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ റിയൽമിയോട് സംസാരിച്ചിരുന്നു, അവർ പറയുന്ന അനുസരിച്ച് അപ്ഡേറ്റിലൂടെ ഈ ഫോണിൽ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് HDR സർട്ടിഫിക്കേഷൻ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ, അതായത് പുറത്ത് വെയിലൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ബ്രൈറ്റ്നസ് ഇനഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അതിൽ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. Gorilla Glass 7 ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേക്ക്. Qualcomm Snapdragon 7S Gen 2 അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ 7S Gen 3 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് 6.3 ലാക്ക് ആയിരുന്നു AnTuTu സ്കോർ. ഇതിൽ വരുമ്പോഴേക്കും 8.2 ലാക്കിന് AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. സോ ഡീസെന്റ് അപ്ഗ്രേഡ് എന്ന്
പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ ഓൾറൗണ്ട് ചിപ്സെറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആയിരിക്കും, പിന്നെ ഒരുപാട് ഹീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. സോ ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, ഏകദേശം 86% ആണ് ത്രോട്ട്ലിംഗ്. ദാറ്റ് ഇസ് വെരി വെരി നൈസ്. ഈവൻ BGMI 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ്. റിയൽമി പറയുന്നത് അപ്ഡേറ്റിലൂടെ 90 FPS ആക്കുമെന്ന് പറയുന്നുണ്ട്. ഗെയിം പ്ലേ ഓക്കെ ഡീസെൻ്റ് ആയിട്ടാണ് തോന്നിയത്. അതായത് 30-35,000 രൂപ കിട്ടുന്ന ഫോണാണ്, നിങ്ങൾക്കറിയാലോ ഈ പ്രൈസിൽ ഈസിലി നിങ്ങൾക്ക് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺസ് കിട്ടും. അത് റിയൽമിയുടെ ഫോൺ തന്നെയുണ്ട്, GT സീരീസ് ഫോൺസ് ഉണ്ട്, അല്ലെങ്കിൽ പോക്കോയുടെ ഫോൺസ് ഉണ്ട്, ഐക്കൂടെ ഫോൺസ് ഉണ്ട്. സോ ഇത് ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോണല്ല, എന്നാൽ ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹീറ്റിംഗ് മാനേജ് ചെയ്യാൻ വേണ്ടി വേപ്പർ ചേമ്പർ കൂളിംഗ് സംവിധാനം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ Android 14 ആയിരുന്നു, ഇതിൽ Android 15 ഉണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു മാറ്റം വന്നിട്ടില്ല. അതായത് ഇതിലുണ്ടായിരുന്ന എല്ലാ ചപ്പും ചവറും, അതായത് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. അതായത് കണ്ടില്ലേ, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, പിന്നെ ആപ്പ് മാർക്കറ്റ്, അത് പോരാഞ്ഞിട്ട് വേറെ തേർഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻ മൊത്തം ഇവിടെ കുത്തിനിറച്ച് തന്നിട്ടുണ്ട്. എല്ലാം എടുത്ത് കളയേണ്ടി വരും. പിന്നെ ആനിമേഷൻസ് ഒക്കെ നൈസ് ആണ്. പക്ഷേ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു, അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അത് മിനിമൈസ് ചെയ്യുമ്പോൾ അതിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് ആനിമേഷൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ. എന്നാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ മാറി വേറൊരു ആപ്ലിക്കേഷൻ, പുതിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഓപ്പണിംഗ് ആനിമേഷൻ ഇല്ല. അത് ബഗ്ഗാണോ അതോ ഇങ്ങനെയാണോ ഐ ഡോണ്ട് നോ. അവിടെയും കൂടെ ഒരു ആനിമേഷൻ തരായിരുന്നു വേണമെങ്കിൽ, കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് കിട്ടിയാണ്. എന്നാലും ഓവറോൾ ഇറ്റ്സ് ഫൈൻ. അതായത് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഈ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ. 2 വർഷത്തെ OS അപ്ഡേറ്റിന്റെ പ്രോമിസ് ആണ് റിയൽമി ഇവിടെ തന്നിരിക്കുന്നത്. 30-35,000 രൂപയുടെ ഫോണാണ്, 3 വർഷത്തെ അപ്ഡേറ്റ് തരായിരുന്നു. കാരണം ഇപ്പം മിക്കെല്ലാം ബ്രാൻഡുകൾ തരുന്നുണ്ട്. ആക്ച്വലി 30-35,000 റുപ്പീസിൽ മിനിമം 3 ഇയേഴ്സ് തരുന്നുണ്ട്. 2 ഇയേഴ്സ് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. എന്നാൽ കുറഞ്ഞിട്ടില്ലാത്തൊരു സംഭവമാണ് ബാറ്ററി. 6000 mAh നല്ല യമണ്ടൻ ബാറ്ററി തന്നിട്ടുണ്ട്. 80 വാട്ടിന്റെ സൂപ്പർ ബുക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, നോർമൽ റിയൽമി ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പ് നല്ലതായിരിക്കും. ഇത്തവണ 6000 ആക്കിയതുകൊണ്ട് ഇനിയും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഈസിലി 1 ഡേ ഒക്കെ വളരെ ഈസിലി പോകുന്നുണ്ട് മോഡറേറ്റ് യൂസിൽ. 50 മെഗാപിക്സലിന്റെ സോണി IMX896 സെൻസറാണ് ഇത്തവണ തന്നിരിക്കുന്നത് മെയിൻ ക്യാമറ. ബാക്കി 2 ക്യാമറകൾ ഐ തിങ്ക് എക്സാക്ട്ലി സെയിം, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആൻഡ് 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാപിക്സൽ പെരിസ്കോപ്പ് ക്യാമറയാണ്. സോ റിയൽമി 12 Pro പ്ലസ്, അതിനുശേഷം ഈ റിയൽമി 13 Pro പ്ലസ്, അതിലൊക്കെ നല്ല ക്യാമറ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെയും നല്ല ക്യാമറ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ചും ഇതിന്റെ പോർട്രേറ്റ് ക്യാമറ വെച്ചെടുക്കുന്ന 1x ആണെങ്കിലും 3x ഫോട്ടോസ് ആണെങ്കിലും നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, സ്കിൻ ടോൺ ഒക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര കളർഫുൾ, അതായത് പഞ്ചി കളേഴ്സും കുറച്ച് വാം ടോണും പിന്നെ ഭയങ്കര ബ്രൈറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ആക്ച്വലി ഒരു ഓപ്പോയുടെ ഒരു ട്യൂണിംഗ് ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ട്യൂണിംഗ് ആണ് ഇവിടെ കിട്ടിയത് ഫ്രാങ്ക്ലി. പിന്നെ നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ 1x 2x 3x ആൻഡ് 6x വരെ സൂം ചെയ്യാൻ പറ്റും. നല്ല ഡീറ്റെയിൽസ് ഉള്ള 6x ഫോട്ടോസ് ആണ് തരുന്നത്. അത് ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസ് ആണെങ്കിലും അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല സെൽഫി ഫോട്ടോസ് ആണ് എടുത്തിരുന്നത്. നല്ല ഷാർപ്പ് സെൽഫി ഫോട്ടോസ് ആണ്. അതിനുള്ള കാരണമാണ് ഇത്തവണ ഇതിന്റെ സെൽഫി ക്യാമറ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ല ക്രിസ്പ്, നല്ല ഷാർപ്പ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഞാൻ ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലുള്ള ഔട്ട്ഡോർ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല നൈറ്റ് പെർഫോമൻസ് ആണ് തരുന്നത്. പിന്നെ ഭയങ്കര ഇരുണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിലുള്ള ഈ പുത്തൻ മാജിക് ഗ്ലോ ട്രിപ്പിൾ ഫ്ലാഷ് സെറ്റപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇത്തവണ 3 ഫ്ലാഷ് ആണ് തന്നിരിക്കുന്നത്. സോ ഒരു ഫ്ലാഷ് ഭയങ്കര കൂളാണ്, സെക്കൻഡ് ഫ്ലാഷ് കുറച്ച് വാമാണ് ആൻഡ് തേർഡ് ഫ്ലാഷ് നല്ല വാമാണ്. സോ ഈ 3 ഈ കളർ ടോൺ വെച്ചാണ് ഇത് വൈറ്റ് ബാലൻസ് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ അകത്ത് പോയിട്ട് മാനുവലി ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓട്ടോ വെച്ചാലും ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളും. സോ ഇതുപോലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഫ്ലാഷ് വഴി ഇതാ ഇങ്ങനെ ആക്കാൻ പറ്റും. അതാണ് മെയിൻ യൂസ്. മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്സിമം 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാം. സ്റ്റേബിൾ വീഡിയോസ് ആണ് തരുന്നത്. ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഈവൻ സെൽഫി വീഡിയോയിലും 4K അവർ തന്നിട്ടുണ്ട്. സോ അവിടെയും വലിയ ഇഷ്യൂ ഒന്നുമില്ല. നൈറ്റ് വീഡിയോസ്, അതായത് മെയിൻ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന നൈറ്റ് വീഡിയോസും നല്ലതാണ്, വലിയ ഇഷ്യൂ എനിക്ക് തോന്നിയില്ല. എന്നാൽ നൈറ്റിൽ അല്ലെങ്കിൽ ലോ ലൈറ്റിൽ സെൽഫി വീഡിയോ എടുക്കാൻ നോക്കണ്ട, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അതായത് ഭയങ്കരമായിട്ട് ഗ്രെയിനും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയില്ല, അവരത് പ്രോസസ്സിങ് ചെയ്യാൻ മറന്നുപോയതാണോ ഐ ഡോണ്ട് നോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഇതിൻ്റെ ക്യാമറ മോഡിൽ AI ഇറേസറും ആൻഡ് AI അൾട്രാ ക്ലാരിറ്റി 2.0 എന്ന ഈ 2 AI ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് തന്നിരിക്കുന്നത്. Wi-Fi 6 ആൻഡ് ബ്ലൂടൂത്ത് 5.2 വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നില്ല. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഇസ് വെരി വെരി നൈസ്. സ്പെഷ്യലി നമ്മൾ ഇതാകണ്ടില്ല, ഈ ബ്രൈറ്റ്നസിൻ്റെ ടോഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഈവൻ വോളിയം ആണെങ്കിലും വളരെ നല്ലോണം അത് ഭയങ്കര ഒരു സട്ടിൽ ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. NFC ഇവിടെ തരുന്നില്ല. 30-35 രൂപയുടെ ഫോണാണ്, ഓൾറൗണ്ട് ഫോണാണ്. NFC കൊടുക്കാമായിരുന്നു ആക്ച്വലി, അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്യാമറ സെൻസർ മാറ്റിയിട്ടുണ്ട്, പുതിയ ട്രിപ്പിൾ ഫ്ലാഷ്, സെൽഫി ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്, ചിപ്സെറ്റിലും ചെറിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, വലിയ ബാറ്ററി, ഡിസ്പ്ലേ റെസൊല്യൂഷൻ കൂട്ടിയിട്ടുണ്ട്. സോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം സെയിം പ്രൈസിലാണ് ഇറക്കിയിരിക്കുന്നത്. ഡീസെൻറ്റ് ഓക്കെ ഓൾറൗണ്ട് പാക്കേജ്
പാക്കേജ് എന്നൊക്കെ പറയാൻ പറ്റും, വിത്ത് ഗുഡ് ക്യാമറാസ്. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ റിയൽമി 14 Pro Plus നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇനി ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഭയങ്കര പെർഫോമൻസ് ഫോൺ വേണമെങ്കിൽ പോക്കോ X7 Proയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.